ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങളൊക്കെ മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറൂ എന്നാണ്. എന്നാൽ ഒരു മരുന്നുമില്ലാതെ വെറും ഒരു പഞ്ചസാര വെള്ളമോ അല്ലെങ്കിൽ സാധാരണ മിഠായിയോ കഴിച്ച് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരെ ഭേദമായ ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ താൻ മരിക്കാൻ പോവുകയാണെന്ന് വെറുമൊരു തോന്നൽ കൊണ്ട് മാത്രം മനുഷ്യൻ മരിച്ചുപോയ സംഭവങ്ങളുമുണ്ട്. ഇത് എന്തെങ്കിലും മാന്ത്രിക വിദ്യയോ അന്ധവിശ്വാസമോ അല്ല. ഇതിനെ സയൻസ് വിളിക്കുന്നത് പ്ലെസീബോ എഫക്റ്റുമെന്നും നൊസിബോ എഫക്റ്റ് എന്നുമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് നമ്മൾ കൊടുക്കുന്ന വിശ്വാസം അനുസരിച്ച് നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കാനും കൊല്ലാനും അതിന് കഴിയും. ലോകത്തെ വലിയ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഈ പ്രതിഭാസം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പ്ലെസീബോ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു പരീക്ഷണം പറയാം. കടുത്ത തലവേദനയുള്ള കുറച്ച് രോഗികളെ 2 ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിന് ഒറിജിനൽ വേദന സംഹാരി നൽകുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിന് കാണാൻ ഒറിജിനൽ മരുന്ന് പോലെയുള്ള എന്നാൽ ഉള്ളിൽ വെറും പഞ്ചസാര മാത്രമുള്ള വ്യാജ ഗുളികകൾ നൽകുന്നു. പക്ഷേ അവരോട് പറയുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ മരുന്നാണെന്നാണ്. അത്ഭുതമെന്ന് പറയട്ടെ, 2 ഗ്രൂപ്പിലുള്ളവരുടെയും തലവേദന ഒരേപോലെ മാറി. മരുന്ന് കഴിക്കാത്ത രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ വേദന മാറിയത് എങ്ങനെയാണ്? അവിടെയാണ് തലച്ചോറിൻ്റെ കളി. ഞാൻ കഴിച്ചത് ഭയങ്കര പവർഫുൾ മരുന്നാണ്, ഇനി എൻ്റെ വേദന മാറും എന്ന് തലച്ചോറ് വിശ്വസിച്ചപ്പോൾ അത് ശരീരത്തിലേക്ക് വേദന കുറയ്ക്കാനുള്ള എൻഡോർഫിൻ പോലെയുള്ള കെമിക്കലുകൾ തനിയെ റിലീസ് ചെയ്തു. അതായത് മരുന്നല്ല അവരെ സുഖപ്പെടുത്തിയത്, അവരുടെ സ്വന്തം വിശ്വാസമാണ്. പ്ലെസീബോയുടെ നേരെ ഓപ്പോസിറ്റാണ് നൊസിബോ എഫക്റ്റ്. അതായത് നെഗറ്റീവ് ചിന്തകൾ കാരണം നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരികയോ മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. മെഡിക്കൽ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ ഒരു യഥാർത്ഥ സംഭവമുണ്ട്. ഒരു തടവുകാരന് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ജഡ്ജ് ഒരു പരീക്ഷണത്തിന് മുതിർന്നു. അയാളോട് പറഞ്ഞു, നിന്നെ തൂക്കിക്കൊല്ലുകയല്ല, പകരം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള രാജവെമ്പാലയെ കൊണ്ട് കടുപ്പിച്ചാണ് കൊല്ലാൻ പോകുന്നത്. ശിക്ഷാ സമയത്ത് അയാളുടെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടി പാമ്പിന് പകരം 2 ചെറിയ സൂചികൾ വെച്ച് അയാളുടെ കയ്യിൽ ചെറുതായി ഒന്ന് കുത്തി. പാമ്പ് കടിച്ചെന്ന് വിചാരിച്ച ആ മനുഷ്യൻ മിനിറ്റുകൾക്കകം അവിടെ വീണ് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. പാമ്പ് കടിച്ച ശരീരത്തിലുണ്ടാകുന്ന അതേ വിഷാംശം അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പാമ്പ് കടിക്കാതെ ആ വിഷം എവിടെ നിന്ന് വന്നു? മരിക്കാൻ പോവുകയാണെന്ന കടുത്ത ഭയം കാരണം അയാളുടെ തലച്ചോർ സ്വന്തമായി നിർമ്മിച്ച വിഷമായിരുന്നു അത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ പുതിയ മരുന്നുകളും മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പ് ഈ പ്ലെസീബോ ടെസ്റ്റ് നടത്താറുണ്ട്. കാരണം മരുന്നിൻ്റെ കെമിക്കൽ ഗുണം കൊണ്ടാണോ അതോ രോഗിയുടെ വിശ്വാസം കൊണ്ടാണോ അസുഖം മാറുന്നത് എന്ന് കമ്പനികൾക്ക് ഉറപ്പുവരുത്തണം. പല സർജറികളിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. രോഗിയുടെ കാൽമുട്ടിൽ സർജറി ചെയ്യുകയാണെന്ന് വ്യാജമായി കാണിച്ച് കാലിൽ ചെറുതായി ഒന്ന് കീറി തുന്നിവിട്ട സംഭവങ്ങളുണ്ട്. ഉള്ളിലൊന്നും ചെയ്തില്ലെങ്കിലും സർജറി കഴിഞ്ഞു എന്ന് വിശ്വസിച്ച രോഗികൾ പിന്നീട് യാതൊരു വേദനയുമില്ലാതെ ഓടി നടക്കാൻ തുടങ്ങി. നമ്മുടെ മനസ്സ് ശരിക്കും ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും ശരീരത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ ഇത് സംഭവിക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായി കാണിക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ തന്നെ പകുതി അസുഖം മാറുന്നതായി തോന്നാറില്ലേ? അല്ലെങ്കിൽ അമ്മ വന്ന് തലയിൽ കൈവച്ച് തരുമ്പോൾ വേദന കുറയുന്നതായി തോന്നാറില്ലേ? ഇതൊക്കെ പ്ലെസീബോ എഫക്റ്റാണ്. അതുപോലെ തന്നെയാണ് ഗൂഗിളിൽ നോക്കി ചെറിയൊരു ലക്ഷണത്തെ വലിയൊരു മാരകം അസുഖമായി ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് ശരിക്കും വയ്യാതാകുന്നത്. ഇത് നൊസിബോ എഫക്റ്റുമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക എന്നത് വെറുമൊരു അഡ്വൈസ് അല്ല, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്നുകടയും വിഷശാലയും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലാണ്. നമ്മൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അത് നമ്മുടെ ശരീരത്തെ തളർത്തും. എന്തിലാണോ നമുക്ക് കടുത്ത വിശ്വാസമുള്ളത് അത് നമ്മളെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും.